നെതർലാൻഡിലെ അൽക്കമാർ എന്ന സ്ഥലം. അവിടുത്തെ വിശുദ്ധ ലോറൻസിൻ്റെ കത്തീഡ്രലിൽ ഒരു മാലാഖയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചെറിയൊരു പേടകത്തിൽ 1429 ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ തിരുരക്തം പുരണ്ട ഒരു വൈദികന്റെ കുർബാനക്കുപ്പായം സൂക്ഷിച്ചിരിക്കുന്നു. 1429 മെയ് 1 ഫാദർ ഫുൾക്കർട്ട് അൽക്കമാറിലെ വിശുദ്ധ ലോറൻസിൻ്റെ കത്തീഡ്രലിൽ തൻ്റെ ആദ്യ കുർബാന അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹകാർമ്മികനായിരുന്നു ഫാദർ പോൾ പെർട്ട്. കൂദാശവചനങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഫാദർ ഫോൾക്കേർട്ടിൻ്റെ കൈ അറിയാതെ തട്ടി കാസയിലെ വീഞ്ഞ് അൾത്താരവിരിയിലും തിരുവസ്ത്രത്തിലും വീണു. ഉടൻ തന്നെ ആ സ്ഥാനത്ത് ജീവനുള്ള രക്തം പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടനെ ഫാദർ ഫോൾക്കേർട്ട് പരിഭ്രാന്തിയോടെ തിരുരക്തം പുരണ്ട മേൽവസ്ത്രത്തിൻ്റെ ഭാഗം മുറിച്ചെടുത്ത് കത്തിച്ചു. പകരം മറ്റൊരു കഷ്ണം തുന്നിച്ചേർക്കാൻ തുടങ്ങി. പക്ഷേ വൈദികൻ തുന്നിച്ചേർത്ത കഷ്ണത്തിൽ ഉടൻ തന്നെ രക്തത്തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് 2 വൈദികരും ചേർന്ന് ആ വസ്ത്രം ഉത്രക്കിലെ ബിഷപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. നിരവധി കാനോനിക പരിശോധനകൾക്കും ശാസ്ത്രീയ പഠനങ്ങൾക്കും ശേഷം 1433 ഈ അത്ഭുതം ഔദ്യോഗികമായി അംഗീകരിക്കുകയും ആരാധന അനുവദിക്കുകയും ചെയ്തു. തിരുരക്തം പുരണ്ട തിരുവസ്ത്രം ഇന്നും ഈ ദേവാലയത്തിൽ വിശ്വാസികൾക്ക് ദർശിക്കാൻ സാധിക്കും. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.